തിരുവനന്തപുരത്ത് വർക്കല വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഇരുചക്ര വാഹനമിടിച്ച് അപകടത്തിൽപ്പെട്ട പരിക്കേറ്റ ഫ്രഞ്ച് വനിത അന്തരിച്ചു. ക്രിസ്റ്റിന എമിലി എന്നാണ് അവരുടെ പേര്. ഒരാഴ്ച മുമ്പായിരുന്നു അപകടം നടന്നത്. അപകടം ഇവര് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ബൈക്കുകാരൻ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി എന്നാണ് പോലീസ് ഭാഷ്യം. CCTV ദൃശ്യങ്ങളിൽ നിന്ന് വാഹനത്തിന്റെ നമ്പർ ലഭിച്ചു. വാഹനം ഓടിച്ചിരുന്നത് വർക്കല സ്വദേശിയായ 22-കാരനാണെന്ന് പോലീസ് കണ്ടെത്തി. പക്ഷെ അയാളുടെ അറസ്റ്റിനെ കുറിച്ച് മാത്രം പോലീസ് ഒന്നും മിണ്ടുന്നില്ല. അയാളെ കസ്റ്റഡിയിലെടുത്തോ, അയാളെ അറസ്റ്റ് ചെയ്തോ എന്ന് പോലീസ് മൗനം പാലിക്കുകയാണ്. നമുക്കറിയാം, വർക്കലയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴോ നടന്നു പോകുമ്പോഴോ ഒക്കെ കാണാൻ കഴിയും, നിരവധി വിദേശ വിനോദസഞ്ചാരികൾ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും റോഡിലൂടെ നടന്നു പോകുന്നതും, അതുപോലെ തന്നെ 2 വീലർ ഓടിച്ചു പോകുന്നതും, അല്ലെങ്കിൽ വളർത്തു നായയെ കൊണ്ടുപോകുന്നതും, വളർത്തു നായകളെയും തെരുവ് നായ്ക്കളെയും ഒക്കെ പരിലാളിക്കുന്നതും ലാളിക്കുന്നതും ഒക്കെ നമുക്ക് സ്ഥിരം കാഴ്ചയാണ് അതൊക്കെ. അങ്ങനെ റോഡിലൂടെ അവർക്ക് അങ്ങനെയുള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വർക്കലയിൽ വരുന്നത് പോലും. വർക്കല കേരളത്തിന്റെ പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ട് ആകുന്നത് തന്നെ അതുകൊണ്ടാണ്. അങ്ങനെ പോകുന്ന ഒരു യുവതിയെ, വിദേശ യുവതിയെ, ഒരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോയി എന്ന് പറയുമ്പോൾ ഇതുവരെ ആ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തുവെന്നോ അല്ലെങ്കിൽ ഇയാൾ ആരാണെന്നോ പിൻ പോയിന്റ് ചെയ്ത് പറയാൻ വർക്കല പോലീസിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. അത് വർക്കല പോലുള്ള വളർന്നു വരുന്ന ടൂറിസം സ്പോട്ടാണ്, നമ്പർ 1 ടൂറിസം സ്പോട്ടാണെന്നൊക്കെ നമുക്ക് അവകാശവാദം ഉന്നയിക്കാമെങ്കിലും കേരളം ഇപ്പോഴും വികസനത്തിന്റെ പാതയിലാണ്. വർക്കലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹെലിപാഡ് ഉണ്ട്, ക്ലിഫ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ അവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. ചിലത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ചിലയിടത്ത് അനധികൃത നിർമ്മാണങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കണ്ടിട്ട് കണ്ണടച്ചിരിക്കുകയാണ് അവിടുത്തെ പോലീസ് എന്നൊക്കെ വർക്കലയുള്ള സാധാരണ ജനങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. ആരെങ്കിലും ഇത്തരം അനധികൃത നിർമ്മാണത്തിനെതിരെ പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ ഈ പരാതി കൊടുക്കാൻ പോകുന്നവന്റെ ചീട്ട് കീറി വിടുന്ന പോലീസുകാരാണ് അവിടെ ഉള്ളവരും ഇരുന്നവരും ഒക്കെ എന്ന് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടാൻ പോവുകയില്ല. ഈ വർക്കലയിൽ വിദേശ യുവതി അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ട് പോലും ആ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വർക്കല മാത്രം ഉണ്ടായ വീഴ്ചയല്ല. ആ BCom വിദ്യാർത്ഥിനി മരിച്ചിട്ട് ആ പ്രതിയായ വാഹനം ഓടിച്ച ഡോക്ടറെ പിടിച്ചത് വാഗമണ്ണിൽ വെച്ചാണ്. എത്രയോ ദിവസം, കുട്ടി മരിച്ച് അവയവദാനം കഴിഞ്ഞ് സംസ്കാരമൊക്കെ കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പ്രതിയെ പിടിക്കുന്നത്. അതുപോലെ കോഴിക്കോട് 9 വയസ്സുകാരി ഇടിച്ചു തെറിപ്പിച്ചു പോയ കാറുകാരനെ പിടികൂടിയത് 1 വർഷത്തിനപ്പുറമാണ്. അങ്ങനെ പോലീസിന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വർക്കലയിലും അതേ വീഴ്ച പോലീസ് ആവർത്തിച്ചിരിക്കുന്നു. വർക്കല പോലീസിനെ കുറിച്ച് നിരവധി പരാതികൾ, ഇത്തരത്തിലുള്ള പരാതികൾ അവിടെ നിലവിൽ ഉണ്ടെന്നതും വാസ്തവമാണ്, പരമാർത്ഥമാണ്.